മെയ് 7-ന് തുടങ്ങിയ പാക് ഷെല്ലാക്രമണം സലാമാബാദിലെ ജനങ്ങൾക്ക് ഇന്നും നടുക്കുന്ന ഓർമ്മയാണ്. കൂലിവേല ചെയ്ത് ജീവിക്കുന്ന തൗസീഫ് അഹമ്മദും ഭാര്യയും 3 കുട്ടികളും ഷെല്ലാക്രമണമുണ്ടായ രാത്രി 6 കിലോമീറ്ററാണ് കാൽനടയായി യാത്ര ചെയ്തത്. രാത്രി വാഹനങ്ങളൊന്നും നിർത്തിയില്ല. ഒടുവിൽ ഒരു ട്രക്കിൽ കയറിയാണ് തൗസീഫിന്റെ കുടുംബം ബാരാമുള്ളയിലെത്തിയത്. 6 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയാണ് ഈ കുടുംബം. ആ കാഴ്ച കാണാം. വെടിനിർത്തലിന് പിന്നാലെ കശ്മീരിലെ ജനജീവിതം സാധാരണഗതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയവർ തിരികെ അവരുടെ നാടുകളിലേക്ക് പോവുകയാണ്. ഇത് സലാമാബാദിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. സലാമാബാദിൽ വീടുകൾ കത്തി നശിച്ച കാഴ്ച. സലാമാബാദിൽ നിന്നും ബാരാമുള്ളയിലേക്ക് വാടകയ്ക്ക് റൂമുകളിൽ താമസിക്കുകയായിരുന്നു ഈ കുടുംബം. നാം ക്യാ ആപ്കാ സർ? तौसीफ अहमद. कुछ नहीं सर, मजदूरी करता हूँ. शेलिंग हुआ, गोलाबारी हुई, बस हम लोग भाग के गए थे. अभी परिवार लेके भाग के गए थे, अभी वापस आ गए सर. 6 किलोमीटर पैदल चले सर पहाड़ी में. सर मदर है, वाइफ है, बच्चे 3 हैं. पैदल चलने के बाद सर फिर बांडी मार्केट पहुँचे. वहाँ से फिर गाड़ी मिला तो उसमें फिर बैठ के तो पहुँचे सर. ट्रक में गए सर. അവിടെ നിന്ന് ട്രക്കിൽ അവർ ജീവരക്ഷാർത്ഥം ഓടുകയായിരുന്നു. ട്രക്കിൽ कोई गाड़ी रुक नहीं रहा था, कोई गाड़ी नहीं मिल रहा था. फिर हम लोग ट्रक में बैठ के गए बारामूला तक. फिर हम लोगों ने वहाँ पे रूम लिया सर रेंट पे और वहीं पे रह रहे थे. और अभी हम 6 दिन के बाद वापस आ रहे हैं. बुरा हाल था सर, बच्चे डर गए थे. खाना पीना नहीं, 2 दिन से कुछ नहीं खाया पिया था, कुछ नहीं, छुपे हुए थे. बस उसके बाद फिर थोड़ा सा रुका तो फिर हम लोग भाग. अभी वापस जा रहे हैं. उस दिन तो बहुत बुरी हालत थी, तो पता नहीं, ऐसा लग रहा था कि सुबह होगी नहीं अभी. तो फिर किसी ने कुछ नहीं किया हमारे लिए. हम तो राशन वाले ट्रक में गए, आधा पैदल चल के गए. तो हम अपने रेंट पे रह रहे थे. अब वापस जा रहे हैं, देखते हैं, कोई पता नहीं है कब हालात कैसे हो जाए. अभी तो कुछ कंफर्म भी नहीं है. 3 दिन तो हम बहुत भूखे ही थे. तो इतना तो हमारे पास गुंजाइश भी नहीं थी कि हम मार्केट से खरीद के, हाँ कैश भी नहीं था, कुछ भी नहीं था. मजदूर इंसानों के पास कहाँ से कैश आएगा? ഞങ്ങളുടെ കാര്യമല്ല, കുഞ്ഞുങ്ങളെ ഓർത്താണ് കാൽനടയായി 6 കിലോമീറ്റർ യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരിപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ തിരികെ അവരുടെ നാടുകളിലേക്ക് സലാമാബാദിലേക്ക് പോകുന്നതാണ് കാഴ്ചയിലുള്ളത്. ഏതായാലും വലിയ സന്തോഷം. അവരവരുടെ നാടുകളിലേക്ക് തിരികെ മടങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഷെല്ല് വന്ന് പതിച്ച ദിവസം ഇവരുടെ ജീവിതം അത്രമേൽ പ്രയാസകരമായിരുന്നു എന്നുള്ളതാണ് ഈ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എല്ലാം ശാന്തമായിരിക്കുന്നു. തിരികെ വീടുകളിലേക്ക് ഇവർ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഉറിയിൽ നിന്ന് കാണുന്ന കാഴ്ച. ഉറിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ കശ്മീർ.